നിന്ന് കർണാടകയിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ കർണാടക സർക്കാരിന്റെ 16-അംഗ സംഘം ദുബായിലെത്തി. പുതിയ വിമാനത്താവളം ഉൾപ്പെടെ വൻ വികസന പദ്ധതികൾ അവതരിപ്പിക്കുന്ന കർണാടകയിൽ നിക്ഷേപത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സർക്കാർ പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത മാസം ബംഗളൂരുവിൽ നടക്കുന്ന നിക്ഷേപക സമ്മേളനത്തിലേക്ക് UAE ബിസിനസ് പ്രമുഖരെ ആകർഷിക്കാനാണ് കർണാടക സർക്കാരിന്റെ 16-അംഗ സംഘം ദുബൈയിലെത്തിയത്. വിവിധ എമിറേറ്റുകളിൽ ബിസിനസ് പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയതിനൊപ്പം ദുബൈയിൽ NRI ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് ആൻഡ് ബയേഴ്സ് മീറ്റും സംഘടിപ്പിച്ചിരുന്നു. ബംഗളൂരുവിൽ പുതിയ വിമാനത്താവളവും 2 തുറമുഖങ്ങളും ഉപഗ്രഹ നഗരങ്ങളുമടക്കം വൻ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി നസീർ അഹമ്മദ് പറഞ്ഞു. The priority of the government is to have clusters in and around Bangalore. Like we are developing one quick city with about 5,000 hectares of land. Just from airport it is half an hour, from Bangalore city it is 70 kilometers. It will have financial district, it will have health tourism, it will have IT, it will have AI. You name the business, it will be available in that city. IT, BT, എയർസ്പേസ്, ഉൽപാദനം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപകരെ കർണാടക സ്വാഗതം ചെയ്യും. 500 കോടിക്ക് മുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് നടപടികൾ ലഘൂകരിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. കർണാടക സർക്കാരിന്റെ ധനകാര്യ സെക്രട്ടറി ഡോക്ടർ PC ജാഫർ, വാണിജ്യ വ്യവസായ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി രമൺദീപ് ചൗധരി, ന്യൂസ് ട്രെയിൽ പ്രതിനിധി സിദ്ദീഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.